വജ്രദംഷ്ട്രന്റെ പതനം ലങ്കയെ പിടിച്ചുലച്ചു. പ്രിയപ്പെട്ട സേനാപതിമാരുടെ മരണം കണ്ട് സഹിക്കവയ്യാതെ രാവണൻ തന്റെ സർവ്വസൈന്യാധിപനായ പ്രഹസ്തനെ വിളിച്ചു. രാവണന്റെ വലംകൈയായി അറിയപ്പെടുന്ന പ്രഹസ്തൻ വാനരപ്പടയെ ചാരമാക്കുമെന്ന് ശപഥം ചെയ്ത് യുദ്ധക്കളത്തിലേക്ക് ഇരച്ചുകയറി. പ്രഹസ്തന്റെ തേർചക്രങ്ങൾ യുദ്ധഭൂമിയിൽ ഇടിമുഴക്കം സൃഷ്ടിച്ചു. അവന്റെ ഓരോ അമ്പും വാനരന്മാരുടെ ഇടയിൽ നാശം വിതച്ചു. ലങ്കാ സൈന്യത്തിന്റെ ആത്മവീര്യം ഇരട്ടിയായി. എന്നാൽ ആ തള്ളിക്കയറ്റത്തെ തടയാൻ വാനർ സേനാപതിയായ നീലൻ മുന്നോട്ടുവന്നു. ഒരു വശത്ത് പ്രഹസ്തന്റെ ദിവ്യാസ്ത്രങ്ങൾ, മറുവശത്ത് നീലന്റെ അമാനുഷിക കരുത്ത്. അസ്ത്രങ്ങൾ കൊണ്ട് നീലനെ വീഴ്ത്താൻ പ്രഹസ്തൻ ശ്രമിച്ചെങ്കിലും നീലൻ തന്റെ വേഗത കൊണ്ടും കൈക്കരുത്തുകൊണ്ടും പ്രഹസ്തന്റെ രഥത്തെ തകർത്തു. ആയുധങ്ങൾ നഷ്ടപ്പെട്ട പ്രഹസ്തൻ ക്രോധത്തോടെ മുന്നേറി. അവസാന നിമിഷം പ്രഹസ്തന്റെ ഓരോ നീക്കത്തെയും മുൻകൂട്ടി കണ്ട് നീലൻ ഒരു ഭീമാകാരമായ പാറക്കല്ല് തന്റെ ഇരു കൈകളിലുമായി ഉയർത്തി. പ്രഹസ്തൻ ചിന്തിക്കുന്നതിനു മുൻപേ ആ പാറക്കല്ല് അവന്റെ ശിരസിൽ പതിച്ചു. ലങ്കയുടെ മുഖ്യ സേനാപതി യുദ്ധഭൂമിയിൽ മണ്ണടിയുമ്പോൾ വാനരപ്പടയുടെ ജയവിളികൾ ലങ്കയെ ഭയപ്പെടുത്തി. കൂടുതൽ ദൃശ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.